ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഒരു സവാള വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില, ഒരു 4 വെളുത്തുള്ളി പൊളിച്ചതാണ് കേട്ടോ, ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ പുളി, 3 വറ്റൽമുളക്, 4 ചെറിയ ഉള്ളി, ഒരു സവാള, പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വാട്ടിയെടുത്തിട്ട് വരാം. അതിന് വേണ്ടി ചട്ടിയിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ ഉണക്കമുളകിട്ട് പിന്നെ അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത്, ഇഞ്ചി ഇട്ട്, വെളുത്തുള്ളി ഇട്ട്, കറിവേപ്പില ഇട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ പുളി അതിലേക്കിട്ട്, പുളി അതിലിടുമ്പോൾ ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇതപ്പോൾ വാടിയിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ കളറ് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ടാൽ മതി. പിന്നെ എരിവിന് നമ്മൾ ആദ്യം കുറച്ച് മുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാനിപ്പോൾ മുളക് പൊടിയാണ് ഇട്ടത്. എല്ലാം കൂടി നന്നായി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇത് ആറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നല്ല അരയണ്ട, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വാട്ടുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഞാനപ്പോൾ ഇടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. പിന്നെ ഇനി ഇതൊന്ന് ചെറുതായി ചതച്ചെടുത്താൽ മതി കേട്ടോ, നന്നായി അരക്കണ്ട. നമ്മൾ അമ്മിയിലൊക്കെ ഇട്ട് ചതച്ചെടുക്കൂല അതേപോലെ. അപ്പം ഞാൻ അതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ, ദോശൻ്റെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി ഇതിൽ വേണമെങ്കിൽ കുറച്ച് വെല്ലം ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്. അസ്സലാമു അലൈക്കും.